ചന്ദ്രപക്ഷത്തേക്ക് സ്വാഗതം. എല്ലാ ജീവികൾക്കും ഉപകരണങ്ങൾക്കും 3 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 തലങ്ങളുണ്ട്. സത്യം, ശിവം, സുന്ദരം എന്നവയെ വിവക്ഷിക്കാം. ഒരു ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ, ആത്മാവ് അല്ലെങ്കിൽ സത്ത്, ആന്തരിക അവയവങ്ങൾ, ശിവം, ബാഹ്യ ശരീരം അല്ലെങ്കിൽ സുന്ദരം. ഇങ്ങനെയാണ് അവയുടെ തരംതിരിവുകൾ. ഒരു വാഹനം എന്നാൽ സുന്ദരമായ ബാഹ്യരൂപം, അതിൻ്റെ ക്യാബിനുള്ളിലെ സൗകര്യങ്ങൾ. അടുത്ത തലമായ ശിവം എന്നാൽ അതിൻ്റെ ഫ്രെയിം, ഷോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം, സേഫ്റ്റി സിസ്റ്റം, ഡ്രൈവ് സിസ്റ്റം തുടങ്ങിയവയോട് ഉപമിക്കാം. അടുത്തത് സത്ത് എന്നാൽ അതിൻ്റെ എൻജിൻ അല്ലെങ്കിൽ ഊർജ ഉൽപാദന കേന്ദ്രമാണ്. നമ്മൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും ഈ 3 ഭാഗങ്ങളും ഉണ്ട്. ഈ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനമാണ് ഭാരതീയ തത്വശാസ്ത്രം നിർവഹിച്ചിട്ടുള്ളതും നിർവഹിച്ചു പോരുന്നതും. ബാഹ്യരൂപവും ആന്തരിക അവയവങ്ങളുമാണ് സെമിറ്റിക് മതങ്ങൾ പഠനവിധേയമാക്കിയത്. സ്വർഗതുല്യമായൊരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം, മരണശേഷം എങ്ങനെ സ്വർഗപ്രാപ്തി നേടാം എന്നാണ് അവർ പഠിക്കുന്നത്. സനാതനധർമ്മം ഊർജമേഖലയെ എങ്ങനെ സ്വാധീനിക്കാം, വരുതിയിലാക്കാം എന്നാണ് അന്വേഷിച്ചത്. ബാക്കിയുള്ളവ കേവലം നശ്വരമാണെന്നും ഊർജതലമാണ് സത്യമായതെന്നും ആ മേഖല നിയന്ത്രണത്തിലായാൽ മരണത്തെപ്പോലും അതിജീവിക്കാം എന്നും ഗവേഷകരായ ഭാരതീയ ഋഷിമാർ കണ്ടെത്തിയിട്ടുണ്ട്. ബാഹ്യലോകത്തിന് കാണാപ്പുറങ്ങളുണ്ടെന്നും അത് കണ്ടെത്തലാണ് ഏറ്റവും വലിയ ദൗത്യം എന്നും സനാതനധർമ്മം വിശ്വസിക്കുന്നു. യാതൊന്നറിഞ്ഞാലാണോ മറ്റൊന്നും തന്നെ അറിയേണ്ടതായിട്ടില്ലാത്തത്, അല്ലെങ്കിൽ മറ്റെല്ലാം തന്നെ അറിഞ്ഞതായി ഭവിക്കുന്നത്? ആ അറിവാണ് ഭാരതം തേടിയതും തേടുന്നതും. ആ അറിവ് സമ്പാദിക്കലാണ് സാധനകളിലൂടെയും ഉപാസനകളിലൂടെയും തപസ്സിലൂടെയും ധർമ്മഗ്രന്ഥ പഠനങ്ങളിലൂടെയും സാധ്യമാവുന്നത്, ആവേണ്ടതും. ഹരി ഓം.